തിരുവനന്തപുരം മണക്കാട് അമ്പലത്തിൽ കയറി പൂജാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന് പരാതി ഉയരുന്നു. പൂന്തുറ ദേവീക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ് അരുൺ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുപോയതായി അരുൺ പോറ്റി 24 പരാതിപ്പെട്ടു. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മണക്കാട് മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുൺ പോറ്റിയെ ഇന്നലെ വൈകിട്ട് 5:30 പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കസ്റ്റഡി എടുക്കുകയായിരുന്നു ചെയ്തത്. ഈ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം 1.5 മാസം മുമ്പ് പൂന്തുറ ദേവീക്ഷേത്രത്തിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് ബലമായി പിടിച്ചുകൊണ്ടുപോയി എന്നാണ് പരാതി. ഇപ്പോൾ അരുൺ പോറ്റി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നലെ കൃത്യമായി സംഭവിച്ചത്? രാവിലെ വൈകിട്ട് 5 മണിക്ക് ഞാൻ അമ്പലത്തിലെത്തി. 5:30 നട തുറന്നു. 5:45 പൂന്തറ സ്റ്റേഷനിൽ നിന്ന് പോലീസ് മഫ്തിയിൽ ഒരാൾ ഇവിടെ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ അമ്പലത്തിനകത്ത് ഇരിക്കുകയാണ്. മഫ്തിയിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇതുപോലെ അരുൺ പോറ്റിയല്ലേ ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു. വന്ന് കയറാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പൂന്തറ വണ്ടി സ്റ്റേഷൻ വണ്ടി അവിടെ വന്ന് നിൽക്കും. സി ഐ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് നിൽക്കുകയാണ്. കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ കാര്യം അറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. എന്നെ ഷൺമുഖ എ സി എന്നെ വിളിച്ചിരുന്നു. എ സി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ 10:30 എത്താമെന്ന് പറഞ്ഞു. മൊഴിയെടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പറഞ്ഞിട്ട് പോലും കേൾക്കാതെ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബലാത്കാരമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോഴും സാറേ അമ്പലം കഴിഞ്ഞിട്ട് വന്നാൽ അത് പറ്റില്ല, ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു. ബലാത്കാരമായിട്ടാണ് എന്നെ വിലങ്ങ് വെച്ചാണ്, ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന രീതിയിൽ വിലങ്ങ് വെച്ചാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ അമ്പലത്തിലെ സെക്രട്ടറി ആയിട്ട് പിണങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു കാരണത്തിൽ സെക്രട്ടറി എനിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യം തീർക്കും. അത്രേ ഉള്ളൂ. പോലീസ് പറയുന്നത് താങ്കളെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, അതുകൊണ്ടാണ് നേരിട്ട് വന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നതെന്നാണ്. എന്നെ അങ്ങനെ വിളിച്ചതല്ല. എന്നെ ഒരു പ്രാവശ്യം കാരോട് ബിജു എന്നാണ് സാറിൻ്റെ പേര്, SI വിളിച്ചത്. അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞ ചെല്ലാന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. ഇനി എന്താണ് പരാതി കൊടുത്തോ ആർക്കെങ്കിലും? ഞാൻ പരാതി കൊടുത്തു. ഞാൻ ACക്ക് പരാതി കൊടുത്തു. ഇനി എനിക്ക് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഞാൻ ഇവിടെ ഈ നാട്ടിൽ മൊത്തത്തിൽ നാണം കിട്ടും. ഇനി എൻ്റെ മുന്നിലില്ലെങ്കിൽ മരണം മാത്രമേ ഉള്ളൂ. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളുടെയും അരുൺ പോറ്റിയുടെയും തീരുമാനം. നിലവിൽ എന്തായാലും ഫോർട്ട് ACക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. CIക്കെതിരെയും SIക്കെതിരെയും നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. 1.5 മാസം മുമ്പായിരുന്നു പൂന്തുറ ദേവീക്ഷേത്രത്തിൽ മോഷണം നടന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ ഈ കസ്റ്റഡിയും അതിനെതിരെയുള്ള പ്രതിഷേധവും. തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് തുഴങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24.